പക്ഷേ ഇതിപ്പം ഈ സമരത്തിന് പിന്നാലെ ആയതുകൊണ്ട് ആ നിലക്കുള്ളൊരു ശ്രദ്ധയുണ്ട്. സമരം ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ എഥനോളിനെതിരെ ആ തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ഒരു വർത്തമാനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി കൂടെ രംഗത്തേക്ക് വരികയാണ്. നമ്മളിപ്പോൾ രണ്ട് തരത്തിൽ നോക്കേണ്ടി വരും അല്ലേ? ഇതിപ്പോൾ CJP-യുടെ ഒരു രണ്ടാം ഘട്ട സമരമായിട്ട് ആ നിലക്കുള്ളൊരു സമരമായിട്ട് EJP എന്ന മൂവ്മെൻറ്റ് വരുമോ? എഥനോളിനെതിരായിട്ടുള്ള ഈ സംഭവങ്ങൾ എങ്ങനെ ഒരു കേന്ദ്രം നിലപാടെടുക്കും? ഇത്തരം കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഇതിന് അടിസ്ഥാനപരമായി E20 പെട്രോളിലേക്ക് മാറണം എന്ന് പറയാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? 15 രൂപയ്ക്ക് വരെ പെട്രോൾ കിട്ടും ഇവിടെ എന്നതായിരുന്നു വാഗ്ദാനം. ഇതൊക്കെ കവലപ്രസംഗങ്ങളിൽ പറഞ്ഞു പോയത് മാത്രമല്ല, അതിനപ്പുറത്ത് വില കുറച്ച് പെട്രോൾ കിട്ടാൻ പോവുകയാണ്, അതുകൊണ്ട് E20യിലേക്ക് അല്ലെങ്കിൽ എഥനോൾ മിക്സ് ചെയ്ത പെട്രോളിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് ഈ നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ വാഗ്ദാനം നൽകിയതാണ്. വില കുറച്ച പെട്രോൾ തരിക എന്നുള്ളത്. വില കുറഞ്ഞ പെട്രോൾ എന്നുള്ള വാഗ്ദാനത്തിൽ നിന്ന് പയ്യെ പിൻവാങ്ങുന്നു ഇപ്പോൾ എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഇതിന് വലിയ പ്രത്യേകിച്ച് വിലക്കുറവൊന്നുമില്ല. E20 പെട്രോൾ അടിക്കുന്നതിന് വലിയ വിലക്കുറവ് എന്ന് പറയാവുന്ന ഒരവസ്ഥ ഇപ്പോഴില്ല. ഇനി മറ്റൊന്ന്, ഇവിടുത്തെ മലിനീകരണം നിയന്ത്രിക്കാൻ എന്നുള്ളതാണ്. നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കും എന്നൊക്കെ പറയുന്നു ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് മലിനീകരണം നിയന്ത്രിക്കാനാണ് എന്ന്. എഥനോൾ നിർമ്മിക്കുന്നതിന് വേണ്ട നീക്കത്തിലേക്ക് കടന്നാൽ, അതായത് വ്യാപകമായി രാജ്യവ്യാപകമായി എഥനോൾ എന്ന ഇന്ധനത്തിലേക്ക് E85 ആണല്ലോ ആലോചനയിൽ. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിമാരകമായ മലിനീകരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. എങ്ങനെ? പലതരത്തിൽ. ഒന്ന് കൃഷി എന്നത് തകിടം മറിക്കപ്പെടും ഇവിടെയുള്ളത് എന്നുള്ളതാണ്. ഈ ഫുഡ് ഗ്രെയിൻസിൻ്റെ കൃഷിയിൽ നിന്നെല്ലാം മാറി ഈ കരിമ്പ് കൃഷിയിലേക്ക് ആളുകൾ മാറും. ഒരു മധ്യവർഗ കർഷകന് ചിലപ്പോൾ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരിക്കും എന്നുള്ളത് ഒഴിച്ചാൽ മണ്ണിൻ്റെ സ്വഭാവം, കർഷകരുടെ ജീവിതം, അതുപോലെ ആ പ്രദേശത്തെ മലിനീകരണം, വെള്ളം, ജലലഭ്യത കുറയും, വെള്ളം അതിൽ കൂടുതൽ ആവശ്യമായി വരും ഇതിലേക്ക്. മാത്രമല്ല മേഘാലയയിലെ ഒരു ഫാക്ടറിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അവിടെ അതെല്ലാം മലിനീകരണത്തിന് കാരണമാകുന്ന സംഗതി തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾക്ക് മാതൃകയായി മുന്നിൽ ഈ നിതിൻ ഗഡ്കരി തന്നെ എടുത്തു പറഞ്ഞത് എവിടെയൊക്കെയായിരുന്നു? ജപ്പാനിലും അല്ലെങ്കിൽ തായ്ലൻഡിലും ഒക്കെ ഗംഭീരമായി ഈ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഈ നടപടികൾ എവിടെ E3-ലൊക്കെയാണ് അവിടെ നിൽക്കുന്നത് ഇപ്പോഴും ഈ കാര്യത്തിൽ. മാത്രമല്ല, തായ്ലൻഡിൽ ഇതൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടെങ്കിലും നടപ്പാക്കുന്നതിലേക്കൊന്നും എത്തിയിട്ടേയില്ല. മാത്രമല്ല, അവിടെ ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് വേണോ എന്നുള്ളത്. ഇവിടെ എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയത് മാരുതി ഉദ്യോഗ് ലിമിറ്റഡിൻ്റെ അതായത് ഈ സുസുക്കിയുമായി ഉള്ള അസോസിയേഷനിലാണല്ലോ മാരുതി കാറുകൾ ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവരൊക്കെ ഇത് കൊള്ളാം, തിരക്കിടില്ല എന്നൊക്കെ കഷ്ടപ്പെട്ട് പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ സുസുക്കിയുടെ ജപ്പാനിൽ ഇത് പണ്ടേ നടപ്പാക്കുമായിരുന്നല്ലോ പൂർണ്ണതോതിൽ. അത് ഇതുവരെ ആ നിലയ്ക്ക് ആലോചനയിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ ആശങ്ക മാത്രമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. E20 വന്നാൽ എന്ത് സംഭവിക്കും, അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണ്? പലർക്കും ഇപ്പം രാജ്യം ഇത്രയും വലിയ രാജ്യമല്ലേ, ഇവിടെ ധാരാളം മോട്ടോർ എന്തൂസിയാസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അവർക്കെല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കാവുന്നത്. മെക്കാനിക്കുകൾ ഉണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. അവർക്കൊക്കെ അറിയാം ഇതിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള ആശങ്ക പലരും നേരത്തെ പങ്കുവച്ചെങ്കിലും അത് തുറന്ന് പ്രകടിപ്പിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിതിൻ ഗഡ്കരിയുടെ 2 മക്കളുടെ കമ്പനി വലിയ നേട്ടമുണ്ടാക്കുന്നു എന്നുള്ള, അതായത് ഒരു കുതിച്ചുചാട്ടം 17 കോടിയിൽ നിന്ന് 500 കോടിക്ക് മുകളിലേക്ക് അതിൻ്റെ വരുമാനം എത്തുന്ന ഒരു ഘട്ടമൊക്കെ എത്തുമ്പോൾ, അതായത് 2-3 വർഷം കൊണ്ട് അതെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ചർച്ച കുറച്ചുകൂടി സജീവമാകുന്നത്. പുതിയ സമരത്തിൻ്റെ സാഹചര്യത്തിൽ കുറച്ചുകൂടി തുറന്നു പറയാൻ ആളുകൾ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 1-2 ഒന്നുമല്ല, 2011 മുതൽ 2025 വരെ ഇറങ്ങിയ വാഹനങ്ങളെയാണ് ഇത് മറ്റേതെങ്കിലും തരത്തിലൊക്കെ ബാധിക്കുക. ഒന്ന്, ഇത് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്, ഇതിൻ്റെ മൈലേജിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മൈലേജ് എത്ര 5% വരെ കുറയും, ചില സാഹചര്യങ്ങളിൽ 10% വരെ എന്ന് വിദഗ്ധർ തന്നെ പറയുന്നു. അങ്ങനെ കുറയുന്ന സാഹചര്യം 5% തന്നെ കുറഞ്ഞാൽ, 5% 3% കുറഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ വിലയനുസരിച്ച് മറ്റേ പെട്രോളും ഈ പെട്രോളും തമ്മിൽ പ്രത്യേക ഒരു വ്യത്യാസവും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അറ്റകുറ്റപ്പണികളുടെ ഈ മറ്റു പണികളുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും വാഹനങ്ങൾക്ക്, അതിൻ്റെ ചിലവ് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാഹചര്യം. ഇപ്പോഴത്തെ ഇന്ധന ഉപയോഗത്തെക്കാൾ കൂടുതൽ പണം ചെലവാക്കേണ്ട സ്ഥിതി വരും. മാത്രമല്ല, ഇതിൽ 1-2 വാഹനമാണോ 2011 മുതൽ 2025 വരെ ഇറങ്ങിയ വാഹനങ്ങളുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് 23 കോടി വാഹനങ്ങളുണ്ട് രാജ്യത്ത്. 23 കോടി ഒരു ചെറിയ കണക്കൊന്നുമല്ല. ഇപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പം മനസ്സിലെടുക്കുമെന്ന് വിചാരിച്ചാലും ഈ 10-23 കോടി ജനങ്ങളുള്ളവരെല്ലാം ആശങ്കയിലാണെന്ന്. ഈ വണ്ടിക്ക് എന്ത് പറ്റും എന്നുള്ള ആശങ്കയിലാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളിലുള്ള ഒരു പ്രതിഷേധമാണിത്. അതുകൊണ്ടാണ് ഈ 85-ലേക്ക് ഒക്കെ വളരെ പെട്ടെന്ന് കടന്നു പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പതുക്കെ കേന്ദ്ര സർക്കാർ എത്തിയത് എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. കാരണം ഈ 2025 ഇറങ്ങിയ ഒരു വാഹനം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, പറഞ്ഞത്
2023 ഇറങ്ങിയ വാഹനം, 23 ശേഷമാണ് E20ക്ക് പറ്റുന്ന വാഹനങ്ങൾ ഇറങ്ങി തുടങ്ങിയത്. 2023 ഇറങ്ങിയ ഒരു വാഹനം എത്ര വരെ ഓടിക്കാം? 2037 വരെയെങ്കിലും മിനിമം ഓടിച്ചുകൊണ്ട് കിടക്കാമല്ലോ. ആ വാഹനങ്ങളിലാണ് ഈ കുഴപ്പത്തിലേക്ക് പോകുന്നതെന്ന് കൂടിയാണ് ആളുകൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് പ്രതിഷേധം ഉണ്ടാവും. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും.